ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ചക്ക, മാങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി കഴിക്കാൻ നോക്കും. അപ്പം ചക്ക വറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ കട്ടി കുറഞ്ഞ ചുളയുള്ള ഒരു ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി കട്ടിയുള്ള ചുളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് വറുത്ത് കോരണമെന്ന് മാത്രം. ആദ്യം എണ്ണയിലിട്ട് ഒരു പകുതി വേഗമാകുമ്പോൾ കോരി കഴിഞ്ഞ ശേഷം പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഇട്ട് വറുത്ത് കോരുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പോൾ കട്ടി കുറഞ്ഞ ചുളയാണ്. അതിപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ വറുത്ത് കോരാവുന്നതാണ്. ഇത് ചുള നന്നാക്കണ സമയത്ത് ചുളയുടെ അറ്റഭാഗം 2 അറ്റഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അത് നമുക്ക് കളയേണ്ട കാര്യമില്ല. അത് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതിൻ്റെ ബാക്കി പാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എണ്ണയല്ല ഞാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീ കത്തിക്കുന്ന അടുപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അതൊന്നും വേണമെന്നൊന്നുമില്ല, എല്ലാവരും സ്റ്റൗവിലാണെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം ഞാൻ ചക്കയൊക്കെ വറുത്ത് കോരിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൊട്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അതിനോടൊപ്പം ഇതുപോലത്തെയുള്ള ഒരു അരിപ്പ തവി എടുക്കുക. എണ്ണയിലെ പൊട്ടലും ചീറ്റലൊക്കെ കഴിഞ്ഞ ശേഷം എണ്ണ ചൂടായെന്ന് നമുക്ക് കാണാം. ആ സമയത്ത് വേണം നമുക്ക് ചക്ക അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി ചക്ക കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇടാം. ഇത്രയും മതി. നമുക്ക് ചക്ക എല്ലാം മുങ്ങാനുള്ള എണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടി കുറഞ്ഞ ചുളയൊക്കെയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിങ്ങനെ ചുളകളിൽ പൊള്ളം വരുന്നത് കാണാം. അതായത് വേർത്ത് ഇങ്ങനെ പൊള്ളം വരുന്നത് കാണാം. ഇതിൽ നമുക്കിനി ഉപ്പ് ഇടുന്ന കാര്യമായിരിക്കും അടുത്തത് നിങ്ങൾ ചിന്തിക്കുന്നത്. ഉപ്പ് നമുക്കിതിൽ വറുത്ത് കോരാറാവുമ്പോൾ ഇതിലേക്ക് ഉപ്പ് നമ്മൾ തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ കോരിയെടുക്കുന്നു. നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പച്ചമഞ്ഞൾ ചതച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമഞ്ഞൾ ഇടണ്ട, പച്ചമഞ്ഞൾ ചതച്ചിട്ട്. ഇതിൽ മഞ്ഞൾ ചതച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ചില ചക്കകൾക്ക് നല്ല വൈറ്റ് കളർ പോലെ ആയിരിക്കും, ചില ചക്കകൾക്ക് ചെറിയൊരു ചുവപ്പ് കളർ മഞ്ഞ കളറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വറുത്ത് കോരുമ്പോൾ നമുക്കൊരു മഞ്ഞ കൂടിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾ ചതച്ചിടുന്നത് കേട്ടോ. നമ്മുടെ ചക്കയിൽ ഉപ്പിടേണ്ട സമയമായി. കാരണം ചക്ക നമ്മൾ കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേനും ഒരു സൗണ്ട് കേൾക്കും. നമുക്ക് ഇളക്കുമ്പോൾ കിലുകിലെന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ഉപ്പിടേണ്ടത്. അപ്പോൾ ഏകദേശം മൂത്ത് വന്നു എന്നർത്ഥം. ഉപ്പിട്ടിട്ട് നമ്മൾ ഇനി ഇളക്കാനാണ് പോകുന്നത്. ഉപ്പിട്ട് കുറച്ചു നേരം ഒന്ന് കൂടി ഇളക്കി വരുമ്പോഴത്തേനും അത് ബാക്കിയും കൂടി മൂപ്പ് കറക്റ്റ് ആവും. ഇത് കഴിഞ്ഞ് നമ്മൾ കോരിയിടുക ചെയ്യാം. ചക്ക നമ്മുടെ കിലുകില് സൗണ്ടൊക്കെ നന്നായി കേൾക്കുന്നുണ്ട്. ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് കോരി കൊട്ടയിലേക്ക് പകർത്താം. നമ്മൾ അടുത്തത് ചക്ക ഇട്ടിട്ടുണ്ട്. ഇത് ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ബാക്കിയെല്ലാം ഇതുപോലെ കോരിയെടുക്കണം. നമുക്ക് ഉരുളിയൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒറ്റ ട്രിപ്പിനോ 2 ട്രിപ്പിനൊക്കെ തീരും. ഇത് എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശിട്ട് വറുക്കാനേ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഫുള്ളും വറുത്തിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വറുത്തത് വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനായി ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചക്ക വറുത്ത് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കേണ്ടത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കണേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടോ, നല്ല പൊടിഞ്ഞ് വരും.
ഇതിലെല്ലാം കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നല്ല പൊള്ളം പോലെ വരുന്നതാണ്. ചക്ക കട്ടി കുറഞ്ഞ ചുളയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതേപോലെ നന്നായിട്ട് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പൊട്ടുമ്പോൾ ഇങ്ങനെ പൊട്ടി വരണം, അതായത് ചതഞ്ഞ പോലെ ഇരിക്കരുത്. ചതഞ്ഞ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് പോകും. ഇങ്ങനെ നമുക്ക് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ പൊട്ടി വരണം. ഈ രീതിയിലാണ് നമുക്ക് ചക്ക വറുത്ത് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കടകളിൽ നിന്ന് ചക്ക വറുത്തൊക്കെ മേടിക്കുമ്പോൾ 400 രൂപയിൽ കൂടുതലായിരിക്കും ഒരു കിലോയ്ക്കൊക്കെ വരുന്നത്. ഇത് വീട്ടിൽ നമുക്ക് ഒരു ഏകദേശം ഒരു മീഡിയം വലുപ്പമുള്ള ചക്കയായിരുന്നു. ആ ചക്ക നമുക്ക് അരിഞ്ഞത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് അതിൻ്റെ കാടഭാഗവും അതുപോലെ തലഭാഗവും ഒക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് അത്രയായിരുന്നു. അതിൽ നിന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി കുറയും. എന്നാലും നമുക്ക് നല്ല ചക്ക വറുത്തത് കഴിക്കാം വീടുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കടകളിൽ നിന്ന് മേടിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റും ഉണ്ട്, അളവും കൂടുതൽ നമുക്ക് കിട്ടും. ഒരു ചക്കയ്ക്കൊക്കെ നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ട വരില്ല ഈ സീസണൊക്കെ ആകുമ്പോൾ. ഈ ചക്കയുള്ള സീസണിലൊക്കെ നമുക്കിത് കൂടുതൽ മേടിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കത് കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.